അല്ല, അതിങ്ങനെ ഒരു സീസണൽ ഇഷ്യൂ ആക്കി ഗവൺമെൻറ് നിലനിർത്തരുത്. പഠിക്കാൻ ജയിച്ചു കഴിഞ്ഞാൽ പഠിക്കാനുള്ള അവസരത്തിന് വേണ്ടി പിന്നെ ജയിച്ചവരും പിന്നെ ആളുകളും എല്ലാ വർഷവും പോരാടേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് ശരിയല്ല. ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം ഇങ്ങനെ കൂട്ടി കൊണ്ടുപോയിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. അഡീഷണൽ ബാച്ചുകൾ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് അനുവദിക്കുന്നതിന് പകരം ഇത് ആവശ്യപ്പെടുന്നവർ വേണ്ടാത്ത എന്തോ കാര്യം ആവശ്യപ്പെടുന്നവരായിട്ടും കുഴപ്പക്കാരായിട്ടൊക്കെ ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ശരിയല്ല. അത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ചു വരുന്ന കുട്ടികളോട് ചെയ്യുന്ന വലിയൊരു അനീതിയും അക്രമമാണ്. അത് ഗവൺമെൻറ്റിൻ്റെ ആ സ്റ്റാൻഡ് ഒട്ടും ശരിയല്ല. അതിന് അടിയന്തര പരിഹാരം വേണം. എല്ലാ വർഷവും ഈ സമയമാകുമ്പോൾ കുട്ടികളിങ്ങനെ എത്ര ഫോൺ കോളുകളാണ് ഞങ്ങൾക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ എയ്ഡഡ് സ്ഥാപനങ്ങളിലും മാനേജ്മെൻറ്റ് കോട്ട അവിടെയും ഇവിടെയൊക്കെ ഫില്ലാവാൻ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോലും പലപ്പോഴും സീറ്റ് കിട്ടുന്നില്ല, പഠിക്കാൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമായി അംഗീകരിക്കാൻ തയ്യാറാവുക. നല്ല മാർക്ക് വാങ്ങി പാസ്സായവർക്ക് പോലും അഡ്മിഷൻ കിട്ടാൻ പ്രയാസമാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അംഗീകരിക്കാൻ തയ്യാറാവുക. എന്നിട്ട് അഡീഷണൽ ബാച്ചുകൾ അനുവദിച്ച് മറ്റു ദൂർത്തുകൾ കുറച്ചിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഒരുക്കലാണ് ഒരു സ്റ്റേറ്റിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. അതിന് സർക്കാർ തയ്യാറാവണം. അതാവശ്യപ്പെടുന്നവരെ കുഴപ്പക്കാരായി ചിത്രീകരിക്കുകയും അവരെ തുറങ്കലടച്ചതുകൊണ്ടും ഈ ആവശ്യത്തിൻ്റെ ജെനുവിനിറ്റി ഇല്ലാതാവുന്നില്ല. അതിൻ്റെ ശക്തമായിട്ടുള്ള ആവശ്യമായിട്ട് വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപെടലുകളുണ്ട്. ഞങ്ങളൊക്കെ ജനപ്രതിനിധികൾ എന്ന നിലക്ക് തീർച്ചയായിട്ടും അത് ഉന്നയിച്ചുകൊണ്ടേയിരിക്കും.